90-ാം സങ്കീർത്തനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മോശ എഴുതിയ ഒരേ ഒരു സങ്കീർത്തനമാണിത്. ഇവിടെ നാം വായിക്കുന്നത് മോശ 40 കൊല്ലം തൻ്റെ ചുറ്റും ധാരാളം ആളുകൾ മരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 6 ലക്ഷം ആളുകളാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അവർ മുഴുവനും 40 കൊല്ലം കൊണ്ട് മരുഭൂമിയിൽ മരിച്ചുപോയി എന്നു പറഞ്ഞാൽ ഒരു കൊല്ലം തൻ്റെ ചുറ്റും 15,000 ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ചുറ്റും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനിവിടെ പറയുന്നത്, അവർ കനാലിലേക്ക് പോകാൻ മടിച്ചുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 90-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. ചിലർ ചിന്തിക്കുന്നു ദൈവം മനുഷ്യന് ഇത്രയും മാത്രമേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന്. 70-80 സംവത്സരം അതല്ല ഇവിടെ പറയുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം അവർ 100 അതിനപ്പുറത്തോ ജീവിക്കേണ്ടവരാണ്. അവർ 70-80 വയസ്സുള്ളപ്പോൾ മരിക്കുകയാണ്. അവരങ്ങനെ മരിക്കേണ്ടവരല്ല. ആ 6 ലക്ഷം പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നാം വായിക്കുന്ന അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. 11-ാം വാക്യത്തിൽ നിന്റെ കോപത്തെയും ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. 12-ാം വാക്യമാണ് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നിങ്ങൾ പ്രായമുള്ള ആളോ ചെറുപ്പക്കാരനോ ആയിക്കോട്ടെ, ഇത് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണെന്ന്. നമ്മുടെ വർഷങ്ങളല്ല എണ്ണേണ്ടത്, നമ്മുടെ ദിവസങ്ങളാണ് എണ്ണേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ആ ദിവസം ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ച ഭോഷത്വം നിറഞ്ഞ ആ ഹൃദയം മാറ്റി ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ഭോഷത്വവും നമ്മുടെ ജഡത്തിൽ കൂടെ അങ്ങനെ സംഭവിച്ചതെല്ലാം നാം ഒഴിച്ചു കളയണം. അങ്ങനെ ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ഒരു മനുഷ്യനോടും ഒരു കയ്പുമില്ലാത്ത ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് സമർപ്പിക്കാൻ കഴിയും. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം, എല്ലാവരോടും ക്ഷമിക്കുന്ന ഹൃദയം, നമ്മൾ ആരെയൊക്കെ മുറപ്പെടുത്തിയോ അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട്, സക്കായിയെ പോലെ നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം നിരപ്പ് പ്രാപിച്ചുകൊണ്ട്, ഓർമ്മ നഷ്ടപ്പെടുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള കാര്യം, നല്ലതോ തീയതോ അവിടെ സംഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ പുറത്തേക്ക് വരും. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ഓ എനിക്കങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താനായിരിക്കുകയല്ല. പ്രായമാകുമ്പോൾ എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുന്നത് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പലതരത്തിലുള്ള പല കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, ഓ ഇങ്ങനെയായിരുന്നോ ഈ മനുഷ്യൻ. നിങ്ങളുടെ വിചാരപ്പെടേണ്ട കാരണം എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും. സഹോദര, അത് മറന്നു കളയുക. അവരുടെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ല. നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ മറ്റൊരാൾ നിന്നെപ്പറ്റി ഇങ്ങനെയോ അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് പ്രശ്നം? ഇപ്പം ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മോശപ്പെട്ടത് പുറത്തു വരുമെങ്കിൽ ഇപ്പം നീ അത് പരിഹരിക്കുക. മറ്റുള്ളവരത് അറിയുമെന്നുള്ളതല്ല. ദൈവം ഇപ്പം എന്നിൽ പ്രസാദിക്കുന്നില്ലല്ലോ എന്നോർത്താണ്. അവസാന നാളുകളെപ്പറ്റി മത്തായിയുടെ സുവിശേഷം 24 പറയുന്ന ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ 11-ാം വാക്യത്തിൽ, അന്ന് ധാരാളം കള്ളപ്രവാചകന്മാർ വരും, അവർ അനേകരെ തെറ്റിക്കും. ഇന്ന് അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർ പറയും നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നിൻ്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല, പാപം ചെയ്ത സാരമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. മിക്ക ക്രിസ്ത്യാനികളും കേൾക്കുന്ന സന്ദേശം നീ ജീവിച്ചിരിക്കുന്നതോടൊപ്പം പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ചില വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു വാക്യമില്ല. ജയാളികളാകാൻ വേണ്ടിയാണ് പുതിയ നിയമം നമ്മെ നിരന്തരം ഉത്സാഹിപ്പിക്കുന്നത്. ഈ കള്ളപ്രവാചകന്മാർ അനേകരെ തെറ്റിക്കും. അങ്ങനെ അവർ ആളുകളെ തെറ്റിക്കുന്ന കാരണം അതിൻ്റെ ഫലം എന്തായിരിക്കും? പാപം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയുന്നത് പാപത്തിൻ്റെ മറ്റൊരു വാക്കാണ്.
ഈ പാപം ഇങ്ങനെ വർദ്ധിക്കുമ്പം ക്രിസ്തീയ കോളത്തിൽ ഇതിന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ കള്ളപ്രവാചകന്മാർ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ആളുകളുടെ സ്നേഹം തണുത്തു വരും. ഞാൻ കള്ളപ്രവാചകനെയാണോ ശരിയായ പ്രവാചകനാണോ കേൾക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? ശരി, ഞാൻ പറയാം. ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടുന്നോ കുറയുന്നോ? അതാണ് അടയാളം. ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹം കൂടുന്നില്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു കള്ളപ്രവാചകനെയാണ്. അവൻ പറയും ശരി, ഒരു കുഴപ്പമില്ല. യേശു നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ 13-ാം വാക്യത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചിരിക്കുന്നവൻ അവനാണ് രക്ഷിക്കപ്പെടുന്നത്. അനേകരെ അവരേതെങ്കിലും ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ട് ഇപ്രകാരം പറയും, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ദൈവത്തിൻ്റെ കൃപാദാനമാണ് രക്ഷ, അതൊരു ദാനമാണ്. അത് ശരിയാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെയും പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനെ രക്ഷ കിട്ടുകയുള്ളൂ. ഇത് യേശു പറഞ്ഞതാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇത് രണ്ടും ഒത്തുപോകില്ലല്ലോ. ഇത് ഒത്തുപോകാത്ത ഒരു കാര്യമല്ല. യേശുവിൻ്റെ ഈ വാക്കുകളും പൗലോസ് പറയുന്ന ഈ കാര്യവും നിങ്ങൾ ഒത്തുപോകുന്നില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ യേശുവിൻ്റെ വാക്കുകൾ എടുക്കും. യേശു ഒരു കാര്യം പറയുന്നു, പൗലോസ് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ കേട്ടു. ആരുടെ വാക്കായിരിക്കും അവസാന വാക്ക്? നിശ്ചയമായിട്ടും യേശുവിൻ്റെ വാക്കുകളാണ്. ഇത് പരസ്പരം ഒത്തുപോകാത്തതല്ല. എങ്കിലും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എൻ്റെ പ്രിയ സഹോദരനെ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും സ്നേഹത്തിൽ അന്ത്യം വരെ നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പുവരുത്തുക, സ്നേഹത്തിൻ്റെ ഈ ആത്മാവിനെതിരായിട്ടുള്ള ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുവദിക്കില്ല എന്ന്. അങ്ങനെങ്കിൽ ജ്ഞാനമുള്ളൊരു ഹൃദയം അവസാനം നിങ്ങൾക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാൻ കഴിയും. നിങ്ങൾ സ്നേഹമില്ലാത്ത ഒരു ചിന്ത നിങ്ങളിൽ കണ്ടെത്തുമ്പം അപ്പോൾ തന്നെ അതിനെ മരിപ്പിക്കുക. ആരോടെങ്കിലും ഒരു ക്ഷമിക്കാത്ത മനോഭാവം പെട്ടെന്ന് തന്നെ അതിനെ മരിപ്പിക്കുക. ഇതോർക്കുക, ജ്ഞാനമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണേ. എൻ്റെ നാളുകളെ ഞാൻ എണ്ണുന്നെങ്കിൽ ജ്ഞാനമുള്ളൊരു ഹൃദയം എനിക്കുണ്ടാവും. കാരണം ഇവിടെ അല്പകാലം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ദിവസങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ സമ്പാദിക്കുന്ന ഓരോ ഡോളറും നമ്മൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഇതുപോലെ ശ്രദ്ധാപൂർവം നാം ഉപയോഗിക്കണം, ഈ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാനായിട്ട്. ഇത് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം നമ്മളെ പല ദിശകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് അന്ത്യം വരെ സഹിച്ചു നിൽക്കാൻ എന്നെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകളെ ഞാൻ കേൾക്കുകയുള്ളൂ. സ്നേഹിക്കാൻ ഉത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവിടെ പല സഹോദരന്മാർ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമ്പം നാം ഇവിടെ ചാരിയിരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം, ഇന്ന് ആ സഹോദരൻ പറഞ്ഞതിനകത്ത് ഒരു ഉത്സാഹവുമില്ലായിരുന്നു. അത് ശരിയായിരിക്കാം. ഈ വചനം പങ്കുവയ്ക്കുന്ന എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വരമല്ല ഉള്ളത്. എന്നാൽ അവൻ പറഞ്ഞതിനകത്ത് ഉത്സാഹമില്ലെന്ന് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അവനിവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം ഈ സഹോദരന് കൊടുത്തന്നെ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. അതിനകത്തൊരു ജീവനും ഇല്ല എന്ന് പറയുകയല്ല. നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, നീ പ്രാർത്ഥനയിൽ അവനെ സഹായിക്കണ്ടായിരുന്നു. മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പ്രശ്നം മറ്റേ വ്യക്തിയുടേതാണെന്നാണ്. അത് നമ്മുടേതായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം.